Hello, welcome back to my channel and I'm Nimisha Davies. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡാറ്റ ഫ്രെയിം നോക്കുകയായിരുന്നു. ഇന്നും അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. നമ്മൾ ഡാറ്റ ഫ്രെയിമാണ് കൂടുതലും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്കത് കുറച്ച് പാർട്ടായിട്ട് കുറച്ചധികം പാർട്ടുകൾ നമുക്ക് വേണ്ടി വരും ഡാറ്റ ഫ്രെയിമിൽ പഠിക്കാനായിട്ട്. ഓക്കെ, സോ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. സോ ടുഡേ ഇസ് അവർ ഡേ 7 ഓഫ് പാൻഡാസ് മലയാളം ട്യൂട്ടോറിയൽ. ഓക്കെ, അപ്പോൾ ഇവിടം വരെയാണ് നമ്മൾ നോക്കിയത് അല്ലേ. ഫൈൻ, ഞാനൊരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് കയറാം. ഞാൻ HTML എടുത്തേ. ഷിറ്റ്, one second കേട്ടോ. ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, ഇമ്പോർട്ട് pandas spd. എല്ലാത്തിലും നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട ഒരു ലൈനാണ് ഇമ്പോർട്ട് pandas spd. ഇനി ഒരു മിനിറ്റ്, നമ്മൾ മുന്നിൽ ലിസ്റ്റ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ? ഓക്കെ, ഇവിടെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതൊന്ന് ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് ടൈപ്പ് ചെയ്തിരിക്കേണ്ടി വരും. ഓക്കെ, ആ ഒരു നെസ്റ്റഡ് ലിസ്റ്റ് ഞാൻ അങ്ങോട്ട് കോപ്പി ചെയ്തിട്ടിട്ടുണ്ട്. ഇനി എന്ത് ചെയ്തു, പി ഡി അല്ല, ഡി എഫ് ഈക്വൽ ടു പി ഡി ഡോട്ട് ഡാറ്റ ഫ്രെയിം ഓഫ് എന്ത് കൊടുക്കുക, എ കൊടുക്കുക. ഇനി നമുക്ക് വേണമെങ്കിൽ കോളം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഡോട്ട് കോളംസ് ഈക്വൽ ടു, ഒരു മിനിറ്റ്, ഇതൊക്കെ ഇതിലുണ്ട്. ഞാൻ വെറുതെ ടൈപ്പ് ചെയ്ത് ടൈം വേസ്റ്റ് ആക്കരുത്. ടൈം ഈസ് ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? ഓക്കെ, കോളവും ഞാൻ കൊടുത്തു ഇല്ലേ. എനിക്ക് ഇനി വേണ്ട ക്വസ്റ്റ്യൻ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയണത്, എനിക്കിപ്പം പെർട്ടിക്കുലർ കോളം മാത്രമായിട്ട് അതിലത്തെ വാല്യൂസ് മാത്രമായിട്ട് ഡിസ്പ്ലേ ചെയ്യണം. എനിക്കിപ്പോൾ വേണ്ടത് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും മാത്രം മതി. ഞാനിപ്പോൾ പ്രിന്റ് ഡി എഫ് എന്ന് കൊടുത്ത എന്താണ്, എല്ലാ വാല്യൂസും കൂടി അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് വരുന്നുണ്ടായിരിക്കും ഇല്ലേ. പക്ഷെ എനിക്ക് അങ്ങനെ വരരുത്, എനിക്ക് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും മാത്രം മതി. അതിനായിട്ട് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഓക്കെ, അതിനായിട്ട് എന്ത് ചെയ്യാം, അതിനായിട്ട് ഞാനവിടെ df1 ഈക്വൽ ടു df ഓഫ് എന്ന് പറഞ്ഞിട്ട് 2 സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം. അതിനുള്ളിൽ നമുക്ക് വേണ്ട കോളത്തിൻ്റെ പേര് നമുക്ക് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുത്തു. പ്രിന്റ് df1 ഞാനത് പ്രിന്റ് ചെയ്യിക്കണം. അപ്പോൾ എന്ത് വരും, ആ ഫസ്റ്റ് നെയിമിലത്തെ കോളം ലാസ്റ്റ് നെയിമിലത്തെ കോളം മാത്രമായിട്ട് അവിടെ വരും. ക്ലിയർ ആണോ? ഓക്കെ, ശരി. എനിക്കിനി വേണ്ടത് ഏജ് 26 മുകളിലുള്ളവരെ മാത്രം എനിക്ക് വേണ്ടു. ഏജ് എന്നുള്ളത് പോട്ടെ, ഏജ് 30 മുകളിലുള്ളവരെ മാത്രമേ എനിക്ക് ഡിസ്പ്ലേ ചെയ്യിക്കണ്ടു. അതിനായിട്ട് എന്ത് ചെയ്യും, അതിനായിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്, നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ഫിൽട്ടർ ചെയ്യണം അല്ലേ, ഏജ് 30 മുകളിലാണോ എന്നുള്ളൊരു ഫിൽട്ടറിങ് ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ചെക്കിംഗ് ആണ് അവിടെ നടക്കുന്നത്. അപ്പം അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ലോക്ക് ഫംഗ്ഷൻ. ILOC അല്ലാട്ടോ, LOC, ലോക്ക് ഫംഗ്ഷൻ. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ df2 ഈക്വൽ ടു ഒരു വേരിയബിൾ നെയിം ഈക്വൽ ടു, ഞാൻ എന്ത് ചെയ്യുന്നു, df ഡോട്ട് ലോക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം. അതിനുള്ളിൽ എന്ത് ചെയ്യുന്നു, df ഓഫ് എന്താണ്, ഏജ് ആണല്ലേ, ഏജ് ഗ്രേറ്റർ ദാൻ 30 ആണോ എന്ന് കൊടുക്കണം. ഇതിൻ്റെ സിൻടാക്സ് ഞാൻ പറഞ്ഞുതരാം. ന്യൂ ഡാറ്റ ഫ്രെയിം നെയിം ഈക്വൽ ടു ഓൾഡ് ഡാറ്റ ഫ്രെയിം നെയിം കൊടുക്കാം. ഡാറ്റ ഫ്രെയിം നെയിം ഡോട്ട് LOC സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ എഗെയിൻ ഓൾഡ് ഡാറ്റ ഫ്രെയിം നെയിം കൊടുക്കാം. സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ കോളൻ ഇടാം. എന്ത് ചെയ്യാം, ഇവിടെ കോളത്തിൻ്റെ പേര് കൊടുക്കുക, കോളം നെയിം, ഏത് കോളാണോ വേണ്ടത് കോളത്തിൻ്റെ പേര് കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യുക, കണ്ടീഷൻ എഴുതാം. ഇതാണ് അതിൻ്റെ സിൻടാക്സ് വരുന്നത്. ഓക്കെ, എന്ത് ചെയ്തു, പ്രിന്റ് ഞാൻ df2 കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും,
ഏജ് 30 മുകളിലുള്ളവരുടെ ഡീറ്റെയിൽസ് മാത്രമായിരിക്കും അവിടെ പ്രിന്റ് ചെയ്ത് വരുന്നുണ്ടായിരിക്കാം. കണ്ടോ? ഏജ് 36, 56, 55. എനിക്കിപ്പോൾ ഇവിടെ എല്ലാ ഡീറ്റെയിൽസും വേണ്ട, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം മാത്രം മതി. അതിനെന്ത് ചെയ്യാം? അതിനായിട്ട് ദേ ഇവിടെ നമ്മൾ കൊടുത്തിട്ടില്ലേ, ഇതിന് തൊട്ടിപ്പുറത്ത് ഒരു സ്പേസ് ഇടാം, 2 സ്ക്വയർ ബ്രാക്കറ്റ് ഇടാം, എഫ് നെയിം കോമ എൽ നെയിം, ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ അവരുടെ എഫ് നെയിമും എൽ നെയിമും മാത്രമായിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ക്ലിയർ ആണോ? ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടത് നമ്മുടെ ഡാറ്റ സെറ്റിൽ ഏതൊക്കെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. customer.csv ഉണ്ടല്ലേ. മിസ്സിംഗ് value.csv ഉണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോൾ നിങ്ങൾക്കായിട്ട് ഞാൻ ഒരു ടാസ്ക് തരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഏജ് ഗ്രേറ്റർ ദാൻ 22 ആയിട്ടുള്ളവരുടെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യിക്കാം. അതേപോലെ ഏജ് ഈക്വൽ ടു 24 ആയിട്ടുള്ളവരുടെ പ്രിന്റ് ചെയ്യിക്കാം. ഓക്കെ, ഏജ് ഗ്രേറ്റർ ദാൻ 22 വേണം. അതേപോലെ ഏജ് ഈക്വൽസ് ടു 24 ആയിട്ടുള്ളവരുടെയും. പിന്നെ ഇപ്പം എന്താ വേണ്ടേ? അവരുടെയൊക്കെ എന്താ വേണ്ടതെന്ന് അറിയോ? അവരുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ആണ് കേട്ടോ വേണ്ടത്. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും. നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്നോട് ചോദിച്ചോളൂ കേട്ടോ. ഇനി പിന്നെ വേണ്ടത് എന്തൊക്കെ ഡെസിഗ്നേഷൻ ഉണ്ടെങ്കിൽ, ഓക്കെ, പിന്നെ വേണ്ടത് ഡെസിഗ്നേഷൻ ഈക്വൽസ് ടു ഏതാവണം? ആക്ടർ എന്നുള്ളതാവണം. അവരുടെ എന്ത് വേണം? ഫസ്റ്റ് നെയിമും പിന്നെ എന്താ കൊടുത്തു നോക്കുന്നതിൽ സാലറി. ഫസ്റ്റ് നെയിമും സാലറിയാണ് അവരുടെ പ്രിന്റ് ചെയ്യിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഇവിടെ നമ്മൾ ഒരു കണ്ടീഷനാണ് കൊടുത്തത് അല്ലേ, ഏജ് ഗ്രേറ്റർ ദാൻ 30 എന്നുള്ള ഒരൊറ്റ കണ്ടീഷനാണ് കൊടുത്തത്. എനിക്കിപ്പോൾ വേണ്ടത് ഏജ് ഗ്രേറ്റർ ദാൻ 30 ആൻഡ് ഏജ് ലെസ് ദാൻ 50 ഇങ്ങനെയുള്ളവരുടെ വേണ്ട. മൾട്ടിപ്പിൾ കണ്ടീഷൻസ് എനിക്ക് അതിലൂടെ പാസ് ചെയ്യണം. അതിനായിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ, 1 സെക്കൻഡ്, അതിനായിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ df3 അടുത്ത വേരിയബിൾ കൊടുത്തു, ഈക്വൽ ടു df.loc ഓഫ് എന്ന് പറഞ്ഞിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇടുമല്ലോ. അതിനുള്ളിൽ ഒരു പാരാന്തസിസും കൂടി ഓപ്പൺ ചെയ്യാം. ഓക്കെ, അതിൽ ഞാൻ എന്ത് ചെയ്യുന്നു? df ഓഫ് ഏജ് ഗ്രേറ്റർ ദാൻ 30, ഞാൻ പാരാന്തസിസിന്റെ പുറത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ആൻഡ് അഗെയിൻ ഒരു പാരാന്തസിസ് ഇടാം, df ഓഫ് ഏജ് ലെസ് ദാൻ 50. ക്ലിയർ ആയോ? 2 കണ്ടീഷൻ ഞാൻ അവിടെ കൊടുത്തു. ഓക്കെ, പ്രിന്റ് df3. അപ്പം എന്താണ്? 30 മുകളിലും 50 താഴെയുള്ളവരുടെ ഡീറ്റെയിൽസ് അവിടെ പ്രിന്റ് ചെയ്ത് വരും. ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു ഫംഗ്ഷനാണ് സോർട്ട് ഫംഗ്ഷൻ. സോർട്ട് ഏതൊക്കെ ടൈപ്പിലുണ്ടാവും? അസെൻഡിങ്ങും ഉണ്ടാവാം, ഡിസെൻഡിങ്ങും ഉണ്ടാവാം. ഓക്കെ, അതിൻ്റെ സിൻടാക്സ് എന്ന് പറയണത് ന്യൂ ഡാറ്റ ഫ്രെയിം ഈക്വൽ ടു ഓൾഡ് ഡാറ്റ ഫ്രെയിം ഡോട്ട് സോർട്ട് അണ്ടർസ്കോർ വാല്യൂസ്. അതാണ് ഫംഗ്ഷൻ കേട്ടോ. സോർട്ട് അണ്ടർസ്കോർ വാല്യൂ അതിൻ്റെ ബ്രാക്കറ്റിനുള്ളിൽ ബൈ ഈക്വൽ ടു ഏത് വെച്ചിട്ടാണ് സോർട്ട് ചെയ്യേണ്ട കോളം, ആ കോളത്തിൻ്റെ പേര് കൊടുക്കാം. ഓക്കെ, എനിക്കിപ്പോൾ വേണ്ടത് ഏജ് വെച്ചിട്ടാണ് സോർട്ട് ചെയ്യേണ്ടത്. ഞാൻ എന്ത് ചെയ്യുന്നു? df4 ഈക്വൽ ടു df ഡോട്ട് സോർട്ട് അണ്ടർസ്കോർ വാല്യൂ ഞാൻ എന്ത് ചെയ്യുന്നു? ബൈ എനിക്ക് എന്ത് വെച്ചിട്ടാ? ഏജ് വെച്ചിട്ടാണ് സോർട്ട് ചെയ്യേണ്ടത്. പ്രിന്റ് df4. ഓക്കെ, റൺ ചെയ്യണു. അപ്പോൾ ഏജ് വെച്ചിട്ട് അത് സോർട്ട് ചെയ്തിട്ടാണ് വന്നു. ഓക്കെ, അസെൻഡിങ് ഓർഡറിലാണ് ബൈ ഡീഫോൾട്ട് ആയിട്ട് സോർട്ട് നടക്കുന്നുണ്ടായിരിക്കാം കേട്ടോ. എനിക്കിതിപ്പോൾ ഡിസെൻഡിങ് ഓർഡറിലാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിനിപ്പുറത്ത് ഒരു കോമ ഇട്ടിട്ട് അസെൻഡിങ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഫോൾസ് കൊടുത്താൽ മതി. അപ്പം അതെന്തായിട്ട് വരും? ഡിസെൻഡിങ് ഓർഡറിലായിട്ട് വരും.
കണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ സോർട്ട് പഠിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഇതില് ഏജ് ഇപ്പൊ എത്രയാ? ഓക്കെ ഓക്കെ ഫൈൻ. എനിക്കിപ്പോ വേണ്ടത് ഏജ് മാക്സിമം വാല്യൂല് ഒരു എംപ്ലോയിനെ പ്രിന്റ് ചെയ്യിക്കുക. ഏജിലത്തെ മാക്സിമം ഏറ്റവും വലിയ വാല്യൂള്ള ഒരൊറ്റ എംപ്ലോയിനെ പ്രിന്റ് ചെയ്യിക്കുക. ആളുടെ വേണ്ടത് എന്തൊക്കെയാന്ന് വെച്ചാൽ ഫസ്റ്റ് നെയിം വേണം, ലാസ്റ്റ് നെയിം വേണം, ലൊക്കേഷൻ വേണം. ഓക്കെ, ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ടോ അതിൽ? ഇല്ലല്ലേ. ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം മാത്രം മതി, ലൊക്കേഷൻ ഇല്ലല്ലോ. ഏജ് മാക്സിമം ആയിട്ടുള്ള ഒരു എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യിക്കണം. അതിനെന്ത് ചെയ്യുക? DF5 ഈക്വൽ ടു DF ഡോട്ട് സോർട്ട് വാല്യൂസ് ബൈ, ഞാൻ എന്ത് ചെയ്യുന്നു, ബൈ ഏജ് എന്ന് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? എനിക്ക് മാക്സിമം വാല്യൂ ആണ് വേണ്ടത് അല്ലേ? അതേപോലെ മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിപ്പോ അസെൻഡിങ് ഓർഡറിലാണ് ഉണ്ടാവുക അല്ലെ? ചെറുത് തൊട്ട് വലുത് വരെ. എനിക്ക് വേണ്ടത് എന്താ? വലുത് തൊട്ട് ചെറുത് വരെ ഞാൻ എടുക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? അസെൻഡിങ് ഈക്വൽ ടു ഫോൾസ് കൊടുത്തു. അപ്പൊ എന്താണ്? വലുത് തൊട്ട് ചെറുത് വരെ വരും. അപ്പൊ വലിയ വാല്യൂ ഇപ്പൊ എവിടെ കിടക്കുന്നുണ്ടാവുക? ഏറ്റവും മുകളിലാവും. അപ്പൊ എന്ത് ചെയ്യണു? ഞാൻ ഹെഡ് ഓഫ് 1 കോൾ ചെയ്യണു. ക്ലിയർ ആയോ? പ്രിന്റ് DF5 കൊടുക്കണം. അപ്പൊ ആദ്യം എന്താ വരണേ നോക്കട്ടെ. ഇത് മുന്നത്തെയാണ്. ഇത് കണ്ടോ? ഇപ്പൊ 56 എന്നുള്ളത് വന്നു. മുന്നത്തെ ഞാൻ കമന്റ് ചെയ്തില്ലേ? ഓക്കെ, 56 ആണ് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എന്ന് വന്നു. എനിക്കിതിൽ എല്ലാ ഡീറ്റെയിൽസും വേണോ? വേണ്ട. എനിക്ക് ഏതൊക്കെ വേണ്ടേ? ഫസ്റ്റ് നെയിം, ലാസ്റ്റ്. ഇത്ര 2 ഡീറ്റെയിൽസ് മാത്രം മതി. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അടുത്ത ടാസ്ക് തരാം. ടാസ്കുകൾ അവിടെ ഏതൊക്കെയല്ല ടാസ്കുകൾ? ഞാനിവിടെ ടാസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിടാം. അടുത്ത ടാസ്ക് ആണ് എനിക്ക് വേണ്ടത്. ഏജ് മിനിമം ആണ് നോക്കേണ്ടത്. അതിൽ 2 എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യിക്കണം. അവരുടെ എന്തൊക്കെ വേണം? എഫ് നെയിമും എൽ നെയിമും സാലറി, ഇത്ര കാര്യങ്ങൾ വേണം. ഓക്കെ. ഇനി അടുത്തത് എനിക്ക് വേണ്ടത് ഡെസിഗ്നേഷൻ ആക്ടർ ആയിരിക്കണം. ആക്ടർ മാത്രമാണോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇത് നോക്കട്ടെ. ഓക്കെ, 2 ആൾക്ക് ആക്ടർ ഇട്ട് കൊടുത്താലും മതി. ഓക്കെ, മൾട്ടിപ്പിൾ വാല്യൂസ് ഇട്ടോ കുഴപ്പമില്ല. ഡെസിഗ്നേഷൻ ആക്ടർ ആയിരിക്കണം. ഏജ് മാക്സ് 1 എംപ്ലോയി. മാക്സിമം ഏജ് ഉള്ള ഒരു എംപ്ലോയിനെ വേണം. ആക്ടറിൽ ഏറ്റവും കൂടുതൽ ഏജ് ഉള്ള ഒരു എംപ്ലോയിനെ പ്രിന്റ് ചെയ്യിക്കണം. ഇപ്പൊ എൻ്റെ ആ ഒരു ആക്ടർ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലാവുമ്പോൾ എന്ത് ചെയ്യുക? 2-3 ആക്ടേഴ്സിനെ ആഡ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊരു ടാസ്ക് ഞാൻ തരാം. ഇതും കൂടി ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോട്ടോ. ആ ടാസ്കുകളോടൊപ്പം ഇതാദ്യം സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനോടൊപ്പം ഈ ഒരു 12 ടാസ്കുകൾ അത് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു 12 ടാസ്ക്കാണ് ഞാൻ കൊടുത്തു നോക്കണേ. അതും കൂടി ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? നാളേക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ക്ലിയർ ആയോ? എളുപ്പമാണത്. നമ്മളിതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ അതിലുള്ളൂ. ഓക്കെ, so that's all for this video. Thank you. Have a nice day.